അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സങ്കടമുള്ള വീഡിയോ കേട്ടോ. ഞങ്ങളുടെ റാഗിയുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? കതിര് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ കിളികൾ വന്നിട്ട് അത് ഇരുന്നിട്ടേ അതൊക്കെ ഒടിഞ്ഞു മറിഞ്ഞു പോയി, ആകെ നാശമായി പോയി. ഇനി അതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അതിനേക്കാൾ സങ്കടമാണ് നമ്മളെ ബജ്റ. റാഗിയും ബജ്റയും അതുപോലെ തന്നെ നമ്മൾ മണിച്ചോളൊക്കെ ഒരുമിച്ചാണ് കൃഷി ചെയ്തത്. ഇതിൽ ആദ്യം കതിര് വന്നത് ബജ്റയാണ്. ബജ്റയുടെ കതിര് വന്നത് മൂപ്പായി തുടങ്ങുന്നേ ഉള്ളൂ. നേരത്തെ വന്ന കതിരുകളൊക്കെ മൂപ്പാവുന്നേ ഉള്ളൂ. അതിലെല്ലാം കിളികൾ വന്ന് ആകെ നാശമായിപ്പോയി. ഒന്ന് രണ്ട് കതിരുകൾ ഇങ്ങോട്ട് മറിഞ്ഞു വീണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലുള്ള വിത്തുകൾ ഇത് കണ്ടില്ലേ? നല്ല അടിപൊളി കതിർക്കുലകളാണ്. ഇതിൽ കണ്ടില്ലേ വിത്ത് കാണുന്നത്? ഇത്രയും വിത്തുകളുള്ള നല്ല കുലകളായിരുന്നു. കണ്ട് ഇതിലൊക്കെ നല്ല മണികളുണ്ട്. ഇതൊക്കെ ഇങ്ങോട്ട് മറിഞ്ഞു വീണ കാരണം കിളികൾ കിട്ടാത്തതുകൊണ്ടാണ്. ബാക്കി നമ്മുടെ ശരിക്കുള്ള കതിർക്കുലകളെ കണ്ട സങ്കടം വരും. കിളികളെ തുരത്താൻ നമ്മൾ കുറേ വഴികൾ നോക്കിയിട്ടു. ലാസ്റ്റ് നമ്മൾ മീൻ പിടിക്കുന്ന വല കൊണ്ട് മൊത്തം നമ്മളതിനെ മൂടി നോക്കി, പക്ഷേ എന്നിട്ടും ഒരു രക്ഷയില്ല. നമ്മൾ ഈ ചെടികളുടെ മുകളിൽ കൂടി വല എടുത്ത് ഇങ്ങനെ ഇടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഇത് മറ്റേ കണ്ടാടി വലയാണ്, എവിടെ തൊട്ടാലും അവിടെ പിടിക്കുമല്ലോ. അങ്ങനെ ഈ ചെടികളുടെ ഇലയുടെ മുകളിലൊക്കെ ഉടക്കി അതിനൊക്കെ വേറെടുത്തി ഇതിങ്ങനെ മൊത്തമായി കവർ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ. പക്ഷേ ആ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയിട്ടോ. കിളികൾ കൂട്ടത്തോടെ പറന്ന് താഴെ വന്നിറങ്ങി അവരതിൻ്റെ അടിയിലൂടെ പോയി അവരവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ടില്ലേ? ഒരു കുലയിൽ ഒരു 5 or 6 ആളാണ് വന്നിരിക്കുക. അപ്പോൾ അതൊരു 2 മിനിറ്റ് കൊണ്ട് അത് ആ കതിർക്കുല തിന്ന് തീർക്കും. ഇവർ വരുന്നതോ 1-2 ആളല്ല, 30-40 പേര് അടങ്ങുന്ന സംഘമായിട്ടാണ് വരിക. കാലത്ത് വരും, ഉച്ചയ്ക്ക് വരും, വൈകിട്ട് വരും. അങ്ങനെ ഇവർ വിശക്കുമ്പോൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ വലയിട്ട് മൂടിയത് കൊണ്ട് ഒരു ഉപകാരമില്ല മനസ്സിലായപ്പോൾ നമ്മൾ അടുത്തൊരു പരിപാടി ചെയ്ത് നോക്കി. നമ്മൾ കുറേ CD വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടി നോക്കി, പക്ഷെ അതുകൊണ്ട് ഒരു രക്ഷയുണ്ടായില്ല. നോക്കൂ, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും അതിനകത്ത് എത്ര കിളികളുണ്ടെന്ന്. ഗതി കേട്ട് അവസാനം നമ്മൾ ബജ്റ കട ചേർത്ത് അരിഞ്ഞു കളഞ്ഞു മുഴുവൻ. ഇപ്പം അരിഞ്ഞെടുത്ത ഇലകളൊക്കെ പച്ചയായതുകൊണ്ട് നമുക്ക് പശുവിന് തിന്നാൻ കൊടുക്കാമല്ലോ. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ അരിയുമ്പോണ്ടല്ലോ നെഞ്ചിനകത്ത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നല്ല കടുത്ത വേനൽക്കാലത്താണ് നമ്മളിത് നടുന്നത്. നിങ്ങൾക്കറിയാലോ, മാർച്ച് ഏപ്രിൽ മാസത്തിലെ ചൂടും വരൾച്ചയും. അങ്ങനത്തെ കടുത്ത വേനലിൽ നമ്മൾ വിത്ത് പാകി അതിനെ മുളപ്പിച്ചെടുത്ത് ദിവസവും വെള്ളം ബക്കറ്റിൽ കൊണ്ടുപോയി കപ്പ് കൊണ്ട് മുക്കി നനച്ചുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും വളർത്തി കതിര് വന്നത്. ഇനി എന്തായാലും ഈ കിളികളുടെ ശല്യത്തിനൊരു പരിഹാരം നമ്മൾ അറിയാതെ നമ്മൾ ഈ മില്ലറ്റ് നടൽ നിർത്തി. നിങ്ങൾ നോക്കിയേ, ഈ ഷെസുമോൻ്റെ കയ്യിലിരിക്കുന്ന ഈ കതിർക്കുലൊക്കെ എന്ത് നല്ല കരുത്തുള്ള ചെടിയാലേ. നല്ല വലിപ്പമുള്ള കതിർക്കുലകളാണ്. കണ്ടില്ലേ? ഏകദേശം ഒരടിയിലധികമൊക്കെ വലിപ്പമുള്ള കതിർക്കുലകളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ അവസ്ഥ കണ്ടില്ലേ? ഒരു മണി പോലും ഇതിലൊന്നും ബാക്കിയില്ല. ഇതൊക്കെ മൂക്കാത്ത തണ്ടുകളാണ്, പക്ഷെ അതിൽ നിന്ന് പോലും ഒരു മണി പോലും ബാക്കി വെക്കാതെ അവരത് തിന്ന് തീർത്തിരിക്കുന്നു. എന്തായാലും നമ്മുടെ ബജ്റയുടെയും റാഗിയുടെയും കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ നമ്മുടെ മണിച്ചോളം കതിര് വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല കതിരുകളാണ് വരുന്നത്. ഇതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ഇതിന് വല ഇട്ടിട്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും പരിഹാരം നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ പറഞ്ഞു തരണം. കിളികളിൽ നിന്നും ചെറുധാന്യങ്ങളെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉപകാരപ്പെടുന്ന ഒരു പരിഹാരം കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി മില്ലറ്റ് നമ്മൾ നടുകയുള്ളൂ.